നമസ്കാരം. സ്കെച്ചപ്പ് ട്യൂട്ടോറിയൽ വീഡിയോസിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബേസിയർ സർഫസ് എന്ന് പറയുന്ന ഒരു പ്ലഗിങ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ പ്ലഗിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യാൻ എളുപ്പമുള്ള ഒരു പ്ലഗിങ് ആണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ലാൻഡ്സ്കേപ്പിംഗ്, അതുപോലെ തന്നെ ഈ റോഡ്, റാമ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പ്ലഗിങ്സ് വെച്ച് നമുക്ക് ചെയ്യാം. ഞാൻ ഈ പ്ലഗിങ്സിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇതിനെ നിർമ്മിച്ച നിർമ്മാതാവ് എന്തോ പാളിച്ച പറ്റി ഈ പ്ലഗിങ്സ് അവസാനം ഫ്രീ ആയിട്ട് അത് റിലീസ് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് വായിച്ച് മനസ്സിലാക്കിയതാണ്. എന്നിരുന്നാലും ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഗാർഡൻ വർക്ക്, അതുപോലെ തന്നെ റോഡ്, റാമ്പ്, ഇതൊക്കെ നമുക്ക് ഇത് വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ കൂടുതൽ പറഞ്ഞ് സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായി നമുക്ക് ഈ ബെസിയർ സർഫസ് എന്ന് പറഞ്ഞ പ്ലഗിങ് ഇവിടെ ഓൾറെഡി ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പ്ലഗിൻ എങ്ങനെയാണ് നമുക്ക് സ്കെച്ചപ്പിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് ഞാൻ എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്ന ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇതിൽ എക്സ്റ്റൻഷൻ മാനേജർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ എക്സ്റ്റൻഷൻ മാനേജർ ഓപ്പൺ ആയി വരും. ഇതിൽ ഇൻസ്റ്റാൾ എക്സ്റ്റൻഷൻസ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയൽ എവിടെയാണോ കിടക്കുന്നത്, ആ എക്സ്റ്റൻഷൻ എവിടെയാണോ കിടക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. അപ്പോൾ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അങ്ങനെയാണ് നമുക്ക് എക്സ്റ്റൻഷൻ ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടത്. അത് മാത്രമല്ല, എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് RBZ എന്ന് പറയുന്ന ഫോർമാറ്റിലുള്ള എക്സ്റ്റൻഷനാണ് നമ്മൾ ഈ സ്കെച്ചപ്പിലേക്ക് ഉപയോഗിക്കുന്നത്. .RBZ. ഒരു സ്കെയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് 5,5 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തു. അപ്പോൾ എനിക്കിവിടെ 5 മീറ്ററിലൊരു റെക്റ്റാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിനെ സെലക്ട് ചെയ്യുന്നു, മേക്ക് ഗ്രൂപ്പ് കൊടുക്കുന്നു. എനിക്കൊന്ന് സ്കെയിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്ലഗിങ്സ് സെലക്ട് ചെയ്യുകയാണ്. ബെസിയർ സർഫസ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതനുസരിച്ച് ഞാനിവിടെ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇനി ക്ലിക്ക് ചെയ്യുന്നു, മൂവ് കമൻ്റ് എടുത്ത് അതിനെ പുറത്തേക്ക് മാറ്റണം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സർഫസാണ് അല്ലേ. ഇതിനിപ്പം നമുക്കിനി ആവശ്യമില്ല, പോട്ടെ. ഞാനിതിനെ ഒന്ന് മൂവ് ചെയ്ത് തിരിച്ച് കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ. ഇനി നമ്മളിതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതിനകത്ത് കുറച്ച് വരകളും, നമ്മൾ സാൻഡ് ബോക്സ് എടുക്കും പോലെയുള്ള ഒരു രീതിയിലുള്ള കുറച്ച് വരകളും കാര്യങ്ങളും ഇവിടെ കാണാം. അപ്പം തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതായത് സബ് ഡിവിഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇത് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സബ് ഡിവിഷൻസ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു 40 വരെ നമുക്ക് ഇതിൻ്റെ വാല്യൂ കൂട്ടി കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാനിപ്പോൾ നോക്കി കണ്ടത്. ഞാനിതിൽ ക്ലിക്ക് ചെയ്തിട്ട് 50 എന്ന് കൊടുത്തപ്പോൾ അത് എടുക്കുന്നില്ല. അപ്പം ഫൈനൽ 40 വരെ നമുക്കിത് കൊടുക്കാമെന്ന് തോന്നുന്നു. അതായത് ഞാൻ 40 അടിച്ചു, അതിൻ്റെ എൻ്റർ ചെയ്തപ്പോൾ കണ്ടോ, അപ്പോൾ കുറച്ചുകൂടി നമുക്കൊരു സ്മൂത്ത്നെസ് കിട്ടും. അത് ഞാൻ പറ്റി വിശദമായി പറയാം. ഇനിയിപ്പോൾ എന്തായാലും കിടന്ന പോലെ തന്നെ നമുക്ക് 80 തന്നെ കിടന്നിട്ട് എൻ്റർ അടിക്കുകയാണ്. ബാക്കി വരുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ബെസിയർ സർഫസിൻ്റെ ഒരു ബോക്സ് ഇവിടെ ഓപ്പൺ ആയി വരും. അതിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന പറഞ്ഞാൽ 4 ടൂളുകളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് സെലക്റ്റഡ് ടൂളാണ്. രണ്ടാമത്തത് മൂവ് ടൂളാണ്. മൂന്നാമത്തത് ക്വാഡ് പാച്ച് ടൂളാണ്. നാലാമത്തത് വന്നിട്ട് മെർജ് ടൂൾ. അങ്ങനെ 4 ടൂളുള്ള ഒരു ബോക്സാണ് ഇവിടെ ഓപ്പൺ ആയി വരുന്നത്. ഫസ്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഇത് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു പോയിന്റ് കേട്ടോ, സെലക്ട് ചെയ്തപ്പോൾ തന്നെ അവിടെ ഒരു സംഭവം ഓണായി വന്നിട്ടുണ്ട്. അതായത് ബെസിയർ സർഫസ് എന്ന നമ്മൾ വരച്ച ആ സാധനത്തിൻ്റെ ആക്സിസ് ലൈന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുള്ളതും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്കെയില്, അതിനെ നമുക്ക് സ്കെയിൽ ചെയ്യാനുള്ള ടൂളും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഇതാണ് അവിടെ ഓപ്പണായി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ആ സ്കെച്ചപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ സ്കെച്ചപ്പിൻ്റെ ആക്സിസ് ലൈനിന് മാച്ച് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ആക്സിസ് ലൈനും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ ഉയർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ചരിച്ച് നോക്കാം. അപ്പോഴത്തേക്ക് കണ്ടോ, ഈ ഭാഗം കണ്ടോ, ഈ ലൈൻ അനുസരിച്ചാണ് ഇതിൻ്റെ ബെൻഡും കാര്യങ്ങളും ഒക്കെ വരുന്നത്. നമ്മുടെ സാൻഡ് ബോക്സിൽ ഉള്ളതുപോലെ തന്നെയാണ്. അപ്പം സാൻഡ് ബോക്സിൽ ആ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്തത്, നമ്മൾ ഇവിടെ കുറച്ചും കൂടെ വരകളും കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ്നെസ് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താലേ ഇവിടെ വർക്ക് ചെയ്യുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞു. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ 40 എന്ന് കൊടുത്ത് എൻ്റർ അടിച്ചു. ഇപ്പോൾ കണ്ടോ, ഇവിടെ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് നോക്കാൻ വേണ്ടി ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ 5 മീറ്ററിൻ്റെ ഒരു സംഭവം ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പോലെ തന്നെ പിന്നെ ആ ബോക്സ് ഓപ്പണായി വന്നു. ഇനി എനിക്ക് ഇതുപോലെ തന്നെ
ഇതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം ഇങ്ങോട്ട്. ഒന്നുകിൽ എനിക്കിത് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. എന്തായാലും അങ്ങനെ ചെയ്യുന്നില്ല. അതിന് പകരം ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഈ ലൈനിൽ. കാരണം ഈ ലൈനാണ് എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. എനിക്ക് എവിടെ ഏത് ഭാഗമാണോ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ആഡ് കോഡ് പാച്ച് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എത്രയാണോ മെഷർമെൻറ്റ് അതനുസരിച്ചുള്ള സാധനം അത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയിട്ട് വരും. നമുക്കൊരു റാമ്പൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ സെൻറ്റർ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഉയർത്തുകയാണ്. കണ്ടോ, നമ്മുടെ റാമ്പൊക്കെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് റെൻഡർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു മതിലാണെന്ന് വയ്ക്കുക. ഇപ്പോൾ ഈ ഒരു എൻഡ് നമുക്ക് ഉയർത്തണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈസി ആയിട്ട് നമുക്കിത് ഇങ്ങനെ ഉയർത്തി നമുക്കിവിടെ വാല്യൂടെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടൂൾ വെച്ച് ഈ ഒരു പ്ലഗിങ് വെച്ച് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ തിരിക്കുകയോ കണ്ടോ ഒക്കെ നമുക്ക് ചെയ്യാം. ഈ ഒരു ഇതിപ്പോൾ ഇതിലും നിങ്ങൾ നോക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ ആക്കിയപ്പോൾ നമുക്ക് റോഡൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പൊക്കി താഴ്ത്തേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് വരുന്ന കണ്ടോ ഈ മടക്കും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി നേരത്തെ പോലെ തന്നെ നമുക്കിവിടെ 40 എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു സ്മൂത്ത്നെസ് അതിനകത്ത് കിട്ടും. ഇനി നമുക്ക് ഇതിൽ ഒരു ടെക്സ്ചർ അപ്ലൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ ബ്രിക്കിൻ്റെ ടെക്സ്ചറാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കണ്ടോ, ടെക്സ്ചർ അപ്ലൈ ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇനി ഇതൊന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ബെസിയർ സർഫേസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ബെസിയർ സർഫേസ് വെച്ച് ഉണ്ടാക്കിയ ഒരു പ്രതലത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ബെസിയർ സർഫേസിൻ്റെ ഇതിനകത്താണ് നമ്മൾ നിൽക്കുന്നത്, ആ പ്ലഗിങ്സിനകത്താണ് നിൽക്കുന്നത്. ഇതിൽ നമ്മൾ തിരിച്ച് സ്കെച്ചപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എസ്കേപ്പ് അടിച്ചാലോ ഒന്നും പറ്റത്തില്ല. അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ആരോ കൊണ്ട് വെളിയിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്പേസർ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ തിരിച്ച് സ്കെച്ചപ്പിലേക്ക് പോകും. ഓക്കെ, ഈ ഒരു സംഭവത്തിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്തു ആഡ് കോഡ് പാച്ച് എന്നുള്ളതിൽ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ നേരെ കോപ്പി വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ സെലക്ട് ചെയ്തു ആഡ് കോഡ് പാച്ച് എന്നുള്ളതിൽ സെലക്ട് ചെയ്തു. അതുപോലെ ഇവിടെയും സെലക്ട് ചെയ്തു. ഇപ്പോൾ കണ്ടോ, ഇനി ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തും. ഓക്കെ, ഞാൻ ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ നേരെ താഴേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഈ ഭാഗം സെലക്ട് ചെയ്യുന്നു, ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഏകദേശം ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ കൊണ്ടു നിർത്തും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും ഞാൻ സെലക്ട് ചെയ്തു, മുകളിലേക്ക് കൊണ്ടുപോകുന്നു. മുകളിലത്തെ ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അതുപോലെ ഇതിനെയും ഞാൻ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്നു. ഈ ലെവലിൽ നേരത്തെ താഴെ ചെയ്തതുപോലെ തന്നെ ആ ലെവലിലേക്ക് ഇതിനെയും കൊണ്ടുവന്ന് ഞാൻ നിർത്തുക. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മുകളിലേക്ക് കൊണ്ടുവരാം. ഇനി ഞാൻ ഈ ഒരു ടൂൾ മെർജ് ടൂൾ എടുക്കുന്നു. എന്നിട്ട് ഇതിനെയും കൂടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അത് മെർജായി. ഇതിനെയും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് തമ്മിൽ മെർജായി. ഇനി അടുത്ത ഇതിനെയും കൂടെ ക്ലിക്ക് ചെയ്യുന്നു, അത് മെർജായി. ഇതിനെയും കൂടെ ക്ലിക്ക് ചെയ്യുന്നു, അത് മെർജായി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംഭവങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ മെർജ് ചെയ്ത് നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ക്ലിക്ക് ചെയ്യുന്നു, ഇവിടുത്തെ വാല്യൂ നമുക്കൊരു 40 കൊടുത്ത് എൻ്റർ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ ഒരു സ്മൂത്ത്നെസ് അതിന് കിട്ടും. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രിക്കിൻ്റെ ടെക്സ്ചർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനത്തെ ഡിസൈനൊക്കെ ചെയ്യാനും നമുക്ക് ഈ ഒരു മെർജ് ടൂൾ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ബേസിയർ സർഫേസ് എന്ന പ്ലഗിങ്ങിൻ്റെ ക്ലാസ്? എല്ലാവർക്കും എല്ലാ കാര്യവും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ള ഒരു പ്ലഗിങ്സ് ആയിട്ട് നമുക്ക് നേരിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.